തോമസ് സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ആലോചിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, രണ്ട് പ്രബല അറബ് രാജ്യങ്ങൾ തമ്മിൽ പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ശീതസമരമുണ്ട്. അത് സൗദി അറേബ്യ ഇറാനുമാണ്. അവർ തമ്മിലുള്ള ശീതസമരത്തിന് മതപരമായൊരു അടിസ്ഥാനമുണ്ട്. അത് ഒന്ന്, ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ സുന്നി രാജ്യങ്ങളുടെ തലൈവരാണ് സൗദി അറേബ്യ. അതേ സമയത്ത് തന്നെ ലോകത്തിലെ ഷിയ രാജ്യങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏക ഷിയ രാജ്യമെന്ന് പറയാം, മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഭരണക്രമം പരിശോധിക്കുമ്പോൾ ഒരു ഷിയ ഭരണക്രമം നിലനിൽക്കുന്ന ഒരേ ഒരു രാജ്യമെന്ന് പറയാം ഇറാൻ. രണ്ടും താരതമ്യേന സമ്പന്നമാണ്, രണ്ടും മതകീയ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കോൾഡ് വാർ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അത് പലപ്പോഴും പ്രത്യക്ഷമായ പൊട്ടിത്തെറികളിലേക്കൊക്കെ പോയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ഹജ്ജ് തീർത്ഥാടനത്തെ ഇറാൻ തീവ്രവാദികൾ ആക്രമിച്ച കാലം ഉണ്ടായിട്ടുണ്ട്. തത്തുല്യമായ ഷിയ തീവ്രവാദത്തെ പല രാജ്യങ്ങളിലും സൗദി പട്ടാളം തന്നെ നേരിട്ട് പോയി പോരാടിയ അനുഭവമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ നമ്മൾ അതിൻ്റെ നാൾവഴികൾ, ഇപ്പോൾ ഇറാൻ സൗദി പോരാട്ടത്തിൻ്റെ നാൾവഴികൾ, അത് തമ്മിലുണ്ടായ റിഫ്റ്റ് തീർച്ചയായിട്ടും അത് ഗോയിങ് ബാക്ക് ടു പ്രോഫറ്റ് പീരീഡ്. അവിടെ മുതലാണ് ഇപ്പോൾ ഈ സുന്നി ഷിയ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അബൂബക്കർ അലി തുടങ്ങിയ ഇഷ്യൂ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള ആധുനിക കാലത്ത് രണ്ട് രാജ്യങ്ങളായിട്ട്, രണ്ട് രാഷ്ട്രങ്ങളായിട്ട് സൗദിയും ഇറാനും രൂപപ്പെട്ട് വന്നതിന് ശേഷമുള്ള ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയപരമായ ബന്ധങ്ങൾ, അതിൻ്റെ അടുപ്പം, അകൽച്ച, ആ കാര്യത്തിലേക്കൊന്ന് സാറിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന അനുഭവസ്ഥനായ ഒരു അക്കാഡമിഷ്യനാണല്ലോ. ആ നിലയിൽ തോമസ് സാറിൻ്റെ നിരീക്ഷണങ്ങൾക്ക് പ്രസക്തിയുണ്ട്. നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കാൻ കാരണം യു ആർ ബെറ്റർ എക്യുപ്ഡ്, കുറച്ചുകൂടി സാറിന് അറിയാം. അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞ പോലെ ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നി ഷിയ ഒരു കോമ്പറ്റീഷനാണ്. പിന്നെ ഇറാനിലാണെങ്കിൽ അവർക്ക് മറ്റ് ഷിയ കൺട്രീസായിട്ട് ഷിയകളുള്ള സ്ഥലങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം ഇറാൻ. അപ്പോൾ ഇറാന് ഷിയകളെല്ലാവരും അവരുടെ നേതാവായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതേസമയം സൗദി അറേബ്യ ആണെങ്കിൽ അവർക്ക് ദേ ആർ ദി കസ്റ്റോഡിയൻസ് ഓഫ് മെക്ക ആൻഡ് മദീന. അപ്പോൾ ആ നിലയ്ക്ക് അവർക്കൊരു സ്പെഷ്യൽ പ്രിയമിനൻറ്റ് പൊസിഷനുണ്ട് എമംഗ് ഓൾ മുസ്ലിംസ്. അതുകൂടാതെ എണ്ണയും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ പണമുണ്ട്, സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്, എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളല്ലേ നമ്പർ 1 കൺട്രി എന്നുള്ളൊരു ഫീലിംഗ് സൗദി അറേബ്യയ്ക്ക് വന്നു. അപ്പോൾ രണ്ടു കൂട്ടർക്കും നമ്പർ 1 ആകണമെന്നുണ്ട്, അങ്ങനെ ഒരു താല്പര്യമുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ സൗദി അറേബ്യയും ഇറാനും ഒക്കെ വളരെ ലോഹ്യത്തിലാണ് കഴിഞ്ഞിരുന്നത് കുറേ കാലം. അതിൻ്റെ പീക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൾമിനേഷൻ എന്ന് പറയുന്ന പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഒക്കെ ഉള്ള അമേരിക്കയിൽ, അതെ, നിക്സൺ അമേരിക്ക. അപ്പം അന്ന് നിക്സൺ ഇവരെ ഈ രണ്ട് രാജ്യങ്ങളെയും വിളിച്ചിരുന്നത് അവർ ട്വിൻ പില്ലേഴ്സ് എന്നാണ്. അവർ ട്വിൻ പില്ലേഴ്സ് ഓഫ് ദി മിഡിൽ ഈസ്റ്റ് എന്ന് ഇങ്ങനെ പറയുമായിരുന്നു. കാരണം ഇരട്ടത്തൂണുകളാണ്. അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ സൗദി അറേബ്യയ്ക്ക് ഉള്ള കപ്പാസിറ്റിയാണ്. പിന്നെ ഇറാനാണെങ്കിൽ സൈനികമായിട്ട് നല്ല ശക്തിയും ഫൈറ്റിംഗ് ഫിറ്റാണ് അവർ. അപ്പോൾ രണ്ട് രീതിയിലും ഇവർ രണ്ടു കൂട്ടരും രാജഭരണമാണ്. രാജഭരണം നടത്തുന്ന ഈ രാജാക്കന്മാർ തീർച്ചയായിട്ടും അവർ ഈ അമേരിക്ക പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ട് നടന്നിരുന്ന ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ അത് അവരുടെ ബന്ധം പിന്നെയും കൂടുതൽ ഒന്നും കൂടി സ്ട്രോങ് ആയി. അത് ഈ ഷാ പഹ്ലവി ഭരിക്കുന്ന സമയത്തല്ലേ? അതെ അതെ അതെ. അവിടെ വിപ്ലവം വരുന്നതിന് മുമ്പ് 79 മുമ്പ്. അപ്പോൾ 78 വരെ നല്ല ലോഹ്യത്തിൽ ഒരു 1978 ഷാ റീസ പഹ്ലവി അദ്ദേഹം ഇവിടെ സൗദി അറേബ്യ വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. ഒരു ഗ്രാൻഡ് വെൽക്കം ഒക്കെ കിട്ടി. അങ്ങനെ സൗദി ഇറാൻ ബന്ധത്തിൻ്റെ ഏറ്റവും ഊഷ്മളമായ ഒരു കൾമിനേഷൻ പീരീഡ് ആയിരുന്നു ഈ 1978 ഇദ്ദേഹത്തിൻ്റെ വിസിറ്റിൻ്റെ സമയത്തൊക്കെ. പക്ഷേ 1979 ആയി കഴിഞ്ഞപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. ആയത്തുള്ള റൂഹുള്ള ഖമൈനി ടെഹ്റാനിൽ വന്നിറങ്ങുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ 10 ലക്ഷം പേരാണ് അവിടെ അണിനിരുന്നതെന്നാണ് പറയുന്നത്. അത്രയധികം ജനം മുഴുവൻ അവിടെ തടിച്ചുകൂടി. അത് അവിടെയാണെങ്കിൽ ആൾക്കാർക്ക് ആകെ ഒരു വക യൂഫോറിയ, ആകെ ഒരു ഉന്മാദ ലഹരിയായിരുന്നു. ഇദ്ദേഹം ദൈവം പോലെയാണ് അവിടെ വന്ന്. പിന്നെ ഷായാണെങ്കിൽ കൊന്നുകളയണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വന്ന ഈ റൂഹുള്ള ഖമേനി വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ ഡെത്ത് ടു ദി ഷാ, ഡെത്ത് ടു അമേരിക്ക എന്നും പറഞ്ഞിങ്ങനെ
ശബ്ദമുഖരിതമായിരുന്നു അവിടെ. അതാണ് 1978 കഴിഞ്ഞ് 79 ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന മാറ്റം. അതവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇറാൻ വിപ്ലവം എന്ന് വിളിക്കുന്ന ഒരു വിപ്ലവം, ഇസ്ലാമിക വിപ്ലവം. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഖൊമേനി അവിടെ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറയാൻ തുടങ്ങി, ഈ രാജഭരണം ഉള്ളതൊക്കെ നമുക്ക് വലിച്ചു ദൂരെ കളയണം. കാരണം രാജഭരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇസ്ലാമിക്. അതിൽ തന്നെ വെസ്റ്റേൺ ബാക്ക്ഡ് ആയിട്ടുള്ള രാജഭരണങ്ങളുണ്ട്, അത് ഒരു കാരണവശാലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അവിടെ തുടങ്ങി സൗദിക്കുള്ള വെടി. അതെ, അപ്പോൾ സൗദിക്കുള്ള വെടിയായി. ഇറാന് മാത്രമല്ല അത്. അപ്പോൾ സൗദിയുടെ രണ്ട് രീതിയിലും ആയല്ലോ. സൗദി ഒന്നാമത്തെ രാജഭരണമാണ്, മാത്രമല്ല US സപ്പോർട്ട് രണ്ടുമാണ്. അപ്പോൾ ഒരു കാരണവശാലും അവർ വേണ്ട എന്നുള്ളതായിരുന്നു. ഷായും അത് തന്നെയായിരുന്നു അതുവരെ. അത് തന്നെ രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് കൊടുത്തു. അതെ, അപ്പോൾ അങ്ങനെ US സപ്പോർട്ടഡ് ഒരു കാരണവശാലും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗദിയിലെ രാജഭരണത്തെയും വലിച്ചു ദൂരെ കളയണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു CIA റിപ്പോർട്ടായി ഇടയ്ക്ക് ഇറങ്ങി. CIA റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഈസ് പ്ലാനിങ് ടു എക്സ്പോർട്ട് ദി ഇസ്ലാമിക് റെവല്യൂഷൻ ടു അതർ കൺട്രീസ്. അത് എക്സ്പോർട്ട് ചെയ്യാൻ പോകണമെന്നുള്ളത്. അപ്പോൾ ഈ CIAയുടെ ഈ റിപ്പോർട്ട് വന്ന പാടെ GCC കൺട്രി ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്നും പറഞ്ഞ് അതിലെ രാജ്യങ്ങളൊക്കെ, അതായത് ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, UAE, സൗദി അറേബ്യ, അവരെല്ലാം CIAയുടെ റിപ്പോർട്ട് ബിവെയർ ഓഫ് ആൻ ഷിയ ഇൻവെൻഷൻ എന്നാണ്. അതെ, ലോകം മുഴുവനുള്ള ഒരു ഷിയ അധിനിവേശത്തെ കരുതിയിരിക്കുകയാണ്. ഒരു ഇസ്ലാമിക വിപ്ലവം മാത്രമല്ല, ഷിയകളുടെയും കൂടിയ ഒരു സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു വിപ്ലവമാണ്. അപ്പോൾ ഈ നമ്മുടെ ഖൊമേനി ആണെങ്കിൽ സദ്ദാം ഹുസൈൻ എപ്പോഴും അവിശ്വാസി, ഇൻഫിഡൽ എന്നാണ് വിളിച്ചത്. അപ്പോൾ ആ ഇൻഫിഡലിനെ എങ്ങനെയാലും തീർക്കണം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇറാൻ ഇറാഖും തമ്മിലുണ്ടായിരുന്ന കോൾഡ് വാറിൻ്റെ ഒരു ഫലം കൂടിയാണ് അത് തന്നെ. അതെ. അപ്പോൾ സദ്ദാം ഹുസൈൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സദ്ദാം ഹുസൈൻ്റെ നാട്ടിൽ ഷിയകളാണ് കൂടുതൽ. സദ്ദാം ഹുസൈൻ പോപ്പുലേഷൻ. സദ്ദാം ഹുസൈൻ ആണെങ്കിൽ സുന്നിയാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ സദ്ദാമിന് തലവേദനയാവും. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി അറ്റാക്ട് ഇറാൻ. അപ്പോൾ ഇറാനെ അറ്റാക്ക് ചെയ്തു. പിന്നെ ഇറാൻ അറ്റാക്ക് ചെയ്ത സമയത്ത് സൗദി അറേബ്യയുടെ മോറൽ സപ്പോർട്ട് മുഴുവനും സദ്ദാം ഹുസൈൻ ഉണ്ടാവുമല്ലോ. കാരണം ഒരു സുന്നി കൺട്രി. അപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ, നല്ല കപ്പാസിറ്റി ഉണ്ട്. ആകാവുന്നത്ര സദ്ദാം ഹുസൈന് സപ്പോർട്ട് കൊടുത്തു. സൈനികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനും റെഡിയായിരുന്നു. എല്ലാ രീതിയിലും 5-8 കൊല്ലുന്നുണ്ട്. അതന്നെ, ഭയങ്കര ലോങ് ടൈം അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അതൊക്കെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ സൗദി അറേബ്യയോടുള്ള ഇറാൻ്റെ വൈരാഗ്യം ഈ സംഭവം കൊണ്ട് ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത്. പിന്നെ ആ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഇറാനിൽ നിന്നും മെക്ക ഹജ്ജിന് പോയിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അവർ ഈ ഖുമൈനിയുടെ പടം പോർട്രേറ്റൊക്കെ പിടിച്ചിട്ട് കുറേ പേര് അവിടെ ജാഥ നടത്തിയോ, എന്നിട്ട് രാജാവിന് അതിനാണ് സാർ ഒരു സംശയം ഇടയ്ക്ക് ഈ ഇറാൻ ഇറാഖ് വാർ ഉണ്ടായല്ലോ, ദീർഘകാലം നിലനിന്ന സദ്ദാം തന്നെ നയിച്ച യുദ്ധം. ആ യുദ്ധത്തിൻ്റെ ഒരു എൻഡ് എന്തായിരുന്നത്? ആരും തോൽക്കാതെ ഒരു സ്റ്റേൽമേറ്റ് പോലെയായിരുന്നു. എന്നാലും ഈ ഖൊമേനിയുടെ ഇത്രയും വലിയ കഴിവൊക്കെ വെച്ച് വിജയിക്കും എന്നായിരുന്നു ഇറാനിലെ ജനങ്ങൾ ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഖൊമേനി കെമിക്കൽ വെപ്പൺ ഉപയോഗിച്ചെന്നാണ് പറയണത്. കെമിക്കൽ വെപ്പൺ ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തായി കഴിഞ്ഞാലും സദ്ദാം ഹുസൈൻ ഇവർക്ക് ഒതുക്കാമെന്ന് വിചാരിച്ച് തീർക്കാമെന്ന് വിചാരിച്ച് നടന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. പിന്നെ യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ആയത്തുള്ള ഖൊമേനി മരിച്ചുപോവുകയും അദ്ദേഹം പോയി. അപ്പോൾ ഇതെല്ലാം വീണ്ടും ഈ ഷിയ സുന്നി ആ റിഫ്റ്റ് ഒന്നും കൂടി വർദ്ധിപ്പിക്കുകയായിരുന്നു ഈ യുദ്ധത്തിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 ഉള്ള ആ പ്രശ്നമാണ്. അത് നമ്മുടെ മുല്ലപ്പൂ വിപ്ലവം എന്നോ എന്തൊക്കെ പറയുമല്ലോ. അപ്പോൾ അവിടെയാണെങ്കിലും പല രാജ്യങ്ങളിലും ഈ അറബ് സ്പ്രിങ്ങിൻ്റെ പേരിൽ അവിടെ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. ടുണീഷ്യയിൽ ഖത്തറിൽ വന്നു, എല്ലായിടത്തും. അതെ, ടുണീഷ്യ, ഈജിപ്ത്, ലിബിയ, യമൻ, സിറിയ, അങ്ങനെ ബഹ്റിൻ, അവിടെയൊക്കെ. അപ്പോൾ ബഹ്റിനിലൊക്കെ അവിടെ ബഹളം ഉണ്ടാക്കുന്നത് ഷിയകളാണ്. കാരണം ബഹ്റിൻ കാരണം സുന്നി ആണ് ഭരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് പട്ടാളത്തിനെ അങ്ങോട്ട് വിളിക്കും. സൗദിയുടെ സുന്നി പട്ടാളത്തിനെ വിളിച്ചിട്ട് ബഹ്റിനിലെ ഷിയ സമരം അടിച്ചമർത്തും.
അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരുടെ അറബ് സ്പ്രിങ്ങിൽ ഉണ്ടായ യുദ്ധങ്ങളിലൊക്കെ ഇറാൻ ഒരു വശത്തുണ്ടെങ്കിൽ സൗദി അറേബ്യ മറുവശത്ത്, അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് ഏറ്റവും മോശമായത് സിറിയയിലാണ്. സിറിയ ബഷർ അൽ അസാദിൻ്റെ അവിടെ ജനങ്ങൾ സുന്നികളും ഭരണാധിപൻ അല്ലവൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ അവിടെയാണെങ്കിൽ 6 million പീപ്പിൾ ഓൾറെഡി ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നു. അതെ, ഇപ്പോൾ ആക്ച്വലി സാറിൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് ഈ നമ്മൾ ഈ ജാസ്മിൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അത് ഒരു ഇറാൻ സൗദി പ്രോക്സി വാർ തന്നെയായിരുന്നു. അത് പലയിടത്തും ആ രീതിയിലേക്ക് മാറി. ആക്ച്വലി ഇത് ഷിയ സുന്നി പ്രോബ്ലം ആയിരുന്നില്ല, അത് ജനങ്ങൾ അതിൽ രണ്ട് പക്ഷത്തും ആളുകൾ ഇവർ ചേർന്നിരുന്നു അല്ലേ, തരാതരം പോലെ. അതെ, ഈ ഒന്നുകിൽ സൗദി അല്ലെങ്കിൽ ഇറാൻ. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് സൗദി, ഇപ്പൊ പ്രത്യേകിച്ച് സിറിയയിലാണ് അത് ഏറ്റവും കൂടുതൽ സംഭവം ബാധിച്ചത്. സിറിയയിൽ വാസ്തവത്തിൽ ബഷർ അൽ അസാദ് എന്നേ പോകേണ്ടതായിരുന്നു. പക്ഷേ അവിടുന്ന് ഇറാനിൽ നിന്ന് അവരുടെ റവല്യൂഷണറി ഗാർഡ്സിനെ വിട്ടിട്ടാണ് ബഷർ അൽ അസാദിന് വേണ്ടി യുദ്ധം ചെയ്തത്, അത് നിലനിർത്തിയത്. അതിക്രൂരമായ ഈ അടിച്ചമർത്തലാണ് അദ്ദേഹം നടത്തിയിരുന്നത്. സ്കൂളുകളിൽ പോയി ബോംബിടുക, ഹോസ്പിറ്റലിൽ, അവിടെ അങ്ങനെയുള്ള ഇറാൻ പട്ടാളത്തിൻ്റെ പിന്തുണയോടുകൂടി അവിടെ പിന്നെ അവരെ രക്ഷിക്കാൻ ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഒന്നും കൂടി അവിടെ തന്നെ വന്ന് ബോംബിടുക. അപ്പോൾ രക്ഷിക്കാൻ വന്നവരൊക്കെ കൂടി ചാകുന്നൊരു കണ്ടീഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ മോശമായി. പിന്നെ ഇപ്പോൾ യമനിൽ രണ്ടു കൂട്ടരും കൂടി പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷായി. അപ്പോൾ അതങ്ങനെ തുടർന്നു. യമന്റെ സ്ഥിതി വളരെ ദയനീയമാണല്ലേ. ഇപ്പോൾ യമന്റെ ഒരു എൻറ്റിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം യമനിലെ ഭരണാധികാരി സൗദിയിലേക്ക് കടന്നു. അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്ന വ്യാജേന വലിയൊരു പ്രദേശം സൗദി പട്ടാളം പിടിച്ചു. യമന്റെ ഹൂത്തികളെ ഉപയോഗിച്ചിട്ട് വേറെ വലിയൊരു പ്രദേശം ഇറാനും പിടിച്ചു. ഈ തൊട്ടിപ്പുറത്ത് UAE നോക്കി നിന്നില്ല, അവരുടെ ഭാഗം അവരും പിടിച്ചു. എനിക്കിപ്പോൾ ബലമായ സംശയം സാറേ, ഈ യമൻ എന്നൊരു രാജ്യമുണ്ടല്ലോ, പുരാതനമായ ഒരു അറബ് രാജ്യമാണ്, താരതമ്യേന ദരിദ്ര രാജ്യമാണ്. നമുക്ക് കേരളക്കാർക്കുള്ളൊരു പ്രശ്നം, കേരളത്തിലെ ഈ മുസ്ലിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അവരാണ്, യമനീസാണ്. ആ നാടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 million യമനി പോപ്പുലേഷൻ, അവർക്ക് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് വേണമെന്നാണ് UN-ന്റെ നിരീക്ഷണം. അത്രയും എന്ന് പറഞ്ഞാൽ ഈ 3 അറബ് രാജ്യങ്ങൾ കൊത്തിയെടുത്തിരിക്കുന്നു അവിടുത്തെ മണ്ണ്. പക്ഷേ അവിടുത്തെ ജനങ്ങളെ പോറ്റാൻ ആരുമില്ല. ജനങ്ങളാണെങ്കിലും അവർ പറ്റാണെങ്കിൽ ഇറാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു, മറ്റൊരു സൗദിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ അവിടുന്ന് പൈസ എന്നുള്ളത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. പക്ഷേ 22 million പീപ്പിൾ നീഡ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്. അത്രയും ദയനീയമായ അവസ്ഥയാണെന്നാണ് UN-ന്റെ നിരീക്ഷണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് 2.5 കോടി മനുഷ്യർ അല്ലേ, 2-2.25 കോടി. അപ്പം ഇതാണ് ഈ നമ്മുടെ ഈ അറബ് ലോകത്തിൻ്റെ ഒരു പുതിയ വർത്തമാനം അല്ലേ. തീർച്ചയായിട്ടും ഇത്തരം ഇതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ദിവസം സത്യത്തിൽ ആഗോള സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ ഇൻഫർമേറ്റീവായ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളോട് പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ച ഓരോ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. നന്ദി സർ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.